Good morning guys. Welcome back to my YouTube channel. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്രാൻസീന വ്ലോഗർ. വാളകം MC റോഡിന് സമീപം വീണ്ടും ആക്രമണം. പള്ളിയിൽ പോയി തിരിച്ചു വന്ന അമ്മച്ചിയുടെ കയ്യിൽ നിന്നും 10 കിലോ ഇറച്ചി കൊള്ളയടിക്കുകയും അമ്മച്ചിയെ ആക്രമിക്കുകയും ചെയ്തു. അമ്മച്ചി വളരെ ഗുരുതരാവസ്ഥയിലാണ്. അമ്മച്ചിക്ക് എന്തു പറ്റിയെന്ന് അറിയാതെ അമ്മച്ചിയുടെ വീട്ടുകാരുമായിരിക്കുന്നു. ഈ ഒരു ഞായറാഴ്ച എല്ലും ഇറച്ചിയും ഇല്ലാതെ ഊണി കഴിക്കേണ്ട അവസ്ഥയിലാണ് ആ വീട്ടുകാർ. ഇത് അധികാരികളുടെ കയ്യിൽ എത്തുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഒരമ്മച്ചിക്കും വരാതിരിക്കട്ടെ. ഇനിയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇനിയും അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഈ ലൈവിൽ നിന്ന് പിന്മാറുന്നു. ബൈ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഞാൻ നിങ്ങളുടെ നന്മമരം. വളരെ ദുഃഖത്തോടെ ഞാൻ ഈ ലൈവ് തുടങ്ങട്ടെ. നമ്മൾ ഇന്നായിരിക്കുന്നത് തികച്ചും ആവശ്യമായ ഒരു അമ്മച്ചിയുടെ അടുത്താണ്. സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കരളിപ്പിക്കുന്ന കാഴ്ചയാണ്. മനുഷ്യന്റെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. പാവം അമ്മച്ചി ഒരു സഹായത്തിന് ആരുമില്ലാതെ റോഡിൽ കിടക്കുകയാണ്. പകലിന്റെ മറവിൽ ആരോ ഈ അമ്മച്ചിയെ ആക്രമിച്ച് കടന്നു കളഞ്ഞിരിക്കുകയാണ്. അവരും ഇത് കാണുക. അവരുടെ പ്രവൃത്തി കാരണം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഈ അമ്മച്ചി റോഡിൽ തന്നെ കിടക്കുകയാണ്. സ്വന്തമായി വീടോ വസ്തുവോ ഇല്ലാത്ത ഈ അമ്മച്ചിയെ നമുക്ക് സഹായിക്കാം. ഈ അമ്മച്ചിയുടെ സർജറി നടത്തണമെങ്കിൽ 25 ലക്ഷം രൂപ ആവശ്യമുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ അമ്മച്ചിയെ സഹായിക്കണം. ചില സാങ്കേതിക കാരണങ്ങളാൽ എൻ്റെ ഹസ്ബൻഡിന്റെ അക്കൗണ്ട് നമ്പറാണ് ഞാൻ ഇതിലിടുന്നത്. നിങ്ങൾ എല്ലാവരും അതിൽ പൈസ ഇട്ട് സഹായിക്കുക എന്ന് നിങ്ങളുടെ നന്മമരം. അമ്മച്ചി സുഖമായിരിക്കുന്നോ? പേടിക്കണ്ട, അമ്മച്ചി ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ദൈവം അനുഗ്രഹിക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും. പോട്ടെ അമ്മച്ചി. ഒന്ന് വേഗം വായിച്ചായ കുർബാന ഇപ്പൊ പകുതിയായി കാണും. ഞാൻ പിന്നീട് വിളിക്കാം. എന്നതാടി അവിടെ ഒരു ആൾക്കൂട്ടം? വായിച്ചായ നമുക്ക് നോക്കാം. അയ്യോ, ഇത് നമ്മുടെ അമ്മച്ചി അല്ലയോ? ഇത് അമ്മച്ചിക്ക് എന്ത് പറ്റി? അമ്മച്ചി, അമ്മച്ചി. മക്കളെ, മക്കളെ. എടി, ആ മാമച്ചാന്റെ ജീപ്പ് വിളിക്കാൻ നമുക്ക് അമ്മച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ദേ മനുഷ്യ, ഇതാണ് പറ്റിയ അവസരം. നിങ്ങൾ പോയി ആ മുദ്രപത്രം എടുത്തിട്ട് വന്നേ. ഇപ്പൊ തന്നെ വേണോടി ഇത്. ദേ മനുഷ്യ, നിങ്ങൾക്ക് അമ്മച്ചിയാണോ വലുത്, സ്വത്താണോ വലുത്? പോയി എടുത്തിട്ട് വാ മനുഷ്യ. ഹോ, സമാധാനമായി. വായിച്ചായ നമുക്കിനി പള്ളിയിൽ പോകാം. അപ്പൊ അമ്മച്ചിയായോ? ഓ, അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രാവിലെ എന്താ കറി വെച്ചേ? മീൻകാരൻ വരാത്തോണ്ട് ഇന്നത്തെ ചാളക്കറി ഉണ്ട്. എന്നതാടി അവിടെ കിടക്കുന്നത്? ഇത് നമ്മുടെ ത്രേസ്യല്ലയോ? ഈ ഞായറാഴ്ചയായിട്ട് ഇവർ എന്തിനാ ഇവിടെ റോഡിൽ കിടക്കുന്നത്? ഏതോ വണ്ടി തട്ടിയിട്ട് പോയതാണ്.